വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള അറിവുകൾ ദിവസവും മുടങ്ങാതെ ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിരുന്നത് എങ്ങനെ ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ച് ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എന്താണ് ഗൂഗിൾ ഫോം എന്ന് പറയാം? അതായത് പൊതുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കാലങ്ങളിൽ പ്രോജക്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സർവേകൾ നടത്താറുണ്ട്. ഫോം പ്രിന്റ് ചെയ്തെടുത്ത് പബ്ലിക്കിന് കൊടുത്ത് അവരുടെ ഒപ്പീനിയൻ അതിൽ നിന്ന് എഴുതി വാങ്ങി, ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒപ്പീനിയനുകൾ എഴുതി വാങ്ങി സർവേകൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ടിനെ അനലൈസ് ചെയ്താണ് നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ടുകളും മറ്റുമൊക്കെ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു സംവിധാനത്തെ, ഈ ഒരു സർവേ ഓൺലൈൻ സർവേ ആയിട്ട് മാറ്റാൻ സാധിക്കും. അതായത് നമ്മൾ നേരിട്ട് കൊണ്ടുപോയി ഫോം കൊടുത്ത് അത് ഫില്ല് ചെയ്ത് വാങ്ങി നടത്തിയിരുന്ന സർവേകൾ നമുക്ക് ഓൺലൈൻ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്ന അതേ സംഭവം തന്നെയാണ്. നേരത്തെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഹാർഡ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത ഫോമുകൾ പൊതുജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ ഡാറ്റ അതിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫോം ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി പൊതുജനങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. അവരുടെ ഒപ്പീനിയൻ ആ ഫോമിൽ നിന്നും ഫോം ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്നു. ശേഷം ആ ഫോമിൽ നിന്നും ആൾക്കാരുടെ ഒപ്പീനിയൻ നമുക്ക് അനലൈസ് ചെയ്യാനും ഓരോന്നുമായി ബന്ധപ്പെട്ട ഡാറ്റ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇതിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പ്രോജക്റ്റ് വർക്കുകൾക്ക് ആവശ്യമായ സർവേകൾ നടത്താൻ സാധിക്കും. അതിന് സഹായിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഗൂഗിൾ ഫോംസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പരിശോധിക്കാം. ഇതുപോലെയുള്ള വീഡിയോകളാണ് എൻ്റെ ഈ വീഡിയോ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കാൻ വേണ്ടി ഈ ചാനലിൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയോ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ forms.google.com എന്ന് ടൈപ്പ് ചെയ്യുക. forms.google.com സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെ ബ്ലാങ്ക്, കോൺടാക്ട് ഇൻഫർമേഷൻ, RSVP, പാർട്ടി ഇൻവൈറ്റ് തുടങ്ങി കുറേയധികം ടെംപ്ലേറ്റുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമായ ടെംപ്ലേറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ നമുക്ക് പുതിയതായ ഒരു ബ്ലാങ്ക് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ അതാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ബ്ലാങ്ക് ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലൊരു പേജ് വരും. ഇവിടെ ടേക്ക് എ ടൂർ, നോ താങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നോ താങ്ക്സ് കൊടുക്കുക. നമുക്ക് ഇവിടെ ഫോം ക്രിയേറ്റ് ചെയ്യാം. ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫോമിനൊരു പേര് കൊടുക്കുക. ആദ്യം ഞാനിവിടെ അൺടൈറ്റിൽ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ ബാക്ക് സ്പേസ് കൊടുത്ത ശേഷം അവിടെ ഫോമിന്റെ ടൈറ്റിൽ കൊടുക്കുക. അതായത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരോ അല്ലെങ്കിൽ ഇത് എന്തുമായി ബന്ധപ്പെട്ട ചോദ്യാവലിയാണ് എന്നുള്ളതിന്റെ പേര് കൊടുക്കുക. ഞാനിവിടെ തൽക്കാലം ഓൺലൈൻ സർവേ എന്ന് കൊടുക്കുകയാണ്. ശേഷം ഫോമിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിവരണം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചോദ്യം ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ യുവർ നെയിം എന്ന് കൊടുക്കുകയാണ്. അതായത് ആദ്യം നമ്മൾ പേരാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഏത് ടൈപ്പിലുള്ള ചോദ്യമാണ് ഇതൊന്ന് സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഷോർട്ട് ആൻസർ ആണോ, പാരഗ്രാഫ് ആണോ, ചെക്ക് ബോക്സ് ആണോ, ഡ്രോപ്പ് ഡൗൺ ആയിട്ടാണോ, ഏത് വേണമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് പേരെന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ട് ആൻസർ ആയിരിക്കും. അവിടെ ഷോർട്ട് ആൻസർ ടെക്സ്റ്റ് അവിടെ ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ താഴെ റിക്വേർഡ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ചോദ്യം നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നാണ് അവിടെ തീരുമാനിക്കേണ്ടത്. റിക്വേർഡ് എന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നൽകിയാൽ മാത്രമേ ഫോം അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു സ്കൂളിലോ മറ്റോ ഒക്കെ നടത്തുന്ന സർവേ ആണെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ പേരും രജിസ്റ്റർ നമ്പറും മസ്റ്റായി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളിൽ റിക്വേർഡ് എന്നത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ചോദ്യം അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ക്വസ്റ്റ്യൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ സ്കൂളിലേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പേര്, രണ്ടാമത് റോൾ നമ്പർ, അവിടെ അതും എന്താണ്, ഷോർട്ട് ആൻസർ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതും
റിക്വേർഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ശേഷം മൂന്നാമത്തെ ചോദ്യം, ഇവിടെയും നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കാം. അത് റിക്വേർഡ് അല്ലാതെ നമുക്ക് കൊടുക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൊടുക്കാം. അതായത് ഒരു ചോദ്യം ചോദിച്ചു, അതിന് 4 ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓപ്ഷൻ 1, അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ, നാലാമത്തെ ഓപ്ഷൻ, 4 ഓപ്ഷൻ കൊടുക്കാം. അവർക്ക് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഇവിടെ നമുക്ക് ചെക്ക് ബോക്സ് കൊടുക്കാം. അതായത് 4 ഓപ്ഷൻ ഇവിടെ നമുക്ക് കൊടുക്കാം. ആ 4 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. പിന്നെ അടുത്ത ചോദ്യം നമുക്ക് വേറൊരു ടൈപ്പ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനു കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തേക്കാം. 4 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡ്രോപ്പ് ഡൗൺ മെനു ആയിട്ട് വരും. അത് നമുക്ക് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ അടുത്ത ഒരു സെക്ഷൻ ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഫയൽ അപ്ലോഡ് ആണ്. അതായത് ഇപ്പോൾ ഒരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോമിനകത്തേക്ക് ആ വിദ്യാർത്ഥിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം തുടങ്ങിയ ടൈപ്പ് ചോദ്യങ്ങൾ കാണാറുണ്ട്. നമ്മൾ പല ഫോമുകളും ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കിപ്പോൾ ഈ ഫയൽ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അവരുടെ ഫയൽ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം ലഭിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അതായത് അവിടെ സെക്ഷൻ അത് ബ്രേക്ക് ചെയ്തു. ഇനി സെക്ഷൻ 2 ആണ്, രണ്ടാമത്തെ സെക്ഷൻ. അതായത് ഇപ്പോൾ ഒരു ചോദ്യം നമ്മളിപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ പേഴ്സണൽ ഇൻഫോ, രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻഫോ, അങ്ങനെ വിവിധ സെക്ഷനുകളായിട്ടായിരിക്കും ഫോമുകൾ കാണാൻ സാധിക്കുക. രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സെക്ഷന് നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു. അവിടെ നമുക്കിതുപോലെ വിവിധ ചോദ്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ വിവിധ ചോദ്യങ്ങൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ചിത്രം ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചിത്രം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഇമ്പോർട്ട് ക്വസ്റ്റ്യൻ, മറ്റേതെങ്കിലും ഒരു ഫോമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തുടങ്ങിയ ഓപ്ഷനുകളൊക്കെ സൈഡ് കാണാൻ സാധിക്കും. പിന്നെ മുകളിലായിട്ട് കാണുന്നത് കസ്റ്റമൈസ് തീമാണ്. അതായത് ഫോമിന്റെ ഒരു അപ്പിയറൻസ് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ നമുക്ക് ഹെഡറിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ ചൂസ് ഇമേജ് കൊടുത്താൽ സ്ഥാപനത്തിന്റെ ഫോട്ടോ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ തീം കളർ ഞാൻ ഓരോ തീം സെലക്ട് ചെയ്യുമ്പോഴും സ്ക്രീനിലെ ഫോമിന്റെ കളർ മാറുന്നത് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഓരോ തീം പ്രസ് ചെയ്യുമ്പോഴും കളർ ചേഞ്ച് വരികയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ ഓരോ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രിവ്യൂ കാണണം. പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയാണ് നമ്മുടെ ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുക എന്നുള്ളത് നമുക്കറിയാം. ഇതുപോലെ ആയിരിക്കും അയാൾക്ക് ആ ഫോം കാണാൻ സാധിക്കുക. ഇവിടെ പേര്, റോൾ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ബാക്കിയുള്ള ചെക്ക് ബോക്സ്, പിന്നെ ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനു, അങ്ങനെയുള്ള ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു സെക്ഷൻ കഴിയുമ്പോൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാനുള്ള ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. അവിടെയും അവർക്ക് കാര്യങ്ങൾ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രിവ്യൂ വരുന്നത്. ഇനി ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കളക്ട് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുന്ന ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അത് ആവശ്യമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സ് ആവശ്യമായിട്ട് വരാറുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുക്കാനോ മറ്റോ ആവശ്യമെങ്കിൽ ടിക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ശേഷം അവർക്ക് വേണമെങ്കിൽ എഡിറ്റുകൾ വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ആവശ്യമെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ പ്രസന്റേഷൻ എന്നുള്ളിടത്ത് നമുക്ക് പ്രോഗ്രസ് ബാർ ഷോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്ത് കാണിക്കണമെങ്കിലോ ഒക്കെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്യുസ് ക്രിയേറ്റ് ചെയ്യാനുള്ള മേക്ക് ദിസ് എ ക്യുസ് എന്നുള്ളതുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫോം ഒരു ക്യുസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ ലഭ്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം എടുത്ത് പരിശോധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെൻഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. അതായത് ആർക്കാണോ ഈ ഫോം അയച്ചു കൊടുക്കാനുള്ളത് ആ വ്യക്തിയുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം
സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻഡ് ചെയ്യാൻ പറ്റും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഈ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി, ഇവിടെ ഷോർട്ടൺ URL കൊടുക്കുക. അപ്പോൾ ആ URL ചെറുതാവും. നമുക്ക് ഈ ലിങ്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പി ചേർക്കാം, ഇവിടെ കോപ്പി കൊടുക്കാം. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഏതൊരു മാധ്യമത്തിൽ കൂടെ വേണമെങ്കിലും സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫോം എല്ലാം ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോമിൻ്റെ ആ ഒരു ആൾക്കാരുടെ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിനുവേണ്ടി വീണ്ടും forms.google.com വരിക. നമ്മുടെ ഹോം പേജ് വരും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോം ഇവിടെ കാണാൻ സാധിക്കും. ആ ഫോം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റീസെൻറ്റ് ഫോംസ് എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും. അവിടെ ക്വസ്റ്റ്യൻസ് എന്നും മുകളിൽ റെസ്പോൺസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ആ കാണുന്ന റെസ്പോൺസസ് ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ അപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസസ് കാണാൻ പറ്റും. അതായത് ഓരോ ആൾക്കാരും ഏതൊക്കെ ആൻസറാണ് കൊടുത്തെന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനും അവിടെ ലഭ്യമാണ്. അവിടെ നമുക്കത് വിവിധ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആൾക്കാരുടെ ഒപ്പീനിയൻ ഗ്രാഫ് രൂപത്തിലോ ബാർ ഡയഗ്രാമോ പൈ ചാർട്ടോ ഏത് രീതിയിലുള്ള അത് അനലൈസ് ചെയ്യാനുള്ള ഓപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുമെങ്കിൽ ഈ വീഡിയോ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം.